അമീൻസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളോ അരൈൽ ഗ്രൂപ്പുകളോ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അമീൻസിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അമീൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കൂ. അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് അമോണിയ എന്ന് പറയുന്നത് NH3 എന്ന് പറയുന്ന മോളിക്യൂളാണ്. ഇതിൽ നിന്നും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു R ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫോം RNH2. ഈ RNH2 എന്ന് പറയുന്നത് പ്രൈമറി അമീനാണ്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈമറി അമീൻ എന്ന് വിളിക്കുന്നത്? NH2 ഗ്രൂപ്പിലെ നൈട്രജൻ ഡയറക്ട്ലി ഒരു കാർബൺ ആറ്റത്തിനോട് മാത്രമേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റത്തിനോട് മാത്രമേ ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി അമീൻ എന്ന് വിളിക്കാം. ഈ പ്രൈമറി അമീനിൽ നിന്നും വീണ്ടും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുകയും അഡീഷണൽ ആയിട്ട് ഒരു R ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ R ഗ്രൂപ്പിനെ മനസ്സിലാകുന്നതിനായിട്ട് നമ്മൾക്ക് R' എന്ന് വിളിക്കാം. അപ്പോൾ ഒരു H റിമൂവ് ചെയ്യപ്പെട്ടു, ഒരു R' അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. നമുക്ക് കിട്ടിയിരിക്കുന്നത് NH ഗ്രൂപ്പ് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു 1 R ഗ്രൂപ്പ് ആൻഡ് R'. ഇവിടെ N 2 കാർബൺ ആറ്റംസിനോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനാൽ ഇതിനെ നമുക്ക് സെക്കൻഡറി അമീൻ എന്ന് വിളിക്കാം. അടുത്തതായിട്ട് റിമൈനിങ് ആയിട്ടുള്ള ഒരു H അല്ലെങ്കിൽ ഹൈഡ്രജൻ ലോസ് ചെയ്യുകയും അതിന് പകരമായിട്ട് ഒരു R ഗ്രൂപ്പ് R" എന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് N ഈസ് ബോണ്ടഡ് വിത്ത് R, R' ആൻഡ് R". ഇവിടെ N എന്ന് പറയുന്ന നൈട്രജൻ 3 ആൽക്കൈൽ ഗ്രൂപ്പിലെ 3 കാർബൺ ആറ്റംസുമായിട്ട് ഡയറക്ട്ലി ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ടേർഷ്യറി അമൈൻ എന്നും വിളിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്, അമീൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ ആൻഡ് ടേർഷ്യറി അമീൻ. അമീൻസ് എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഇതുകൂടാതെ അമീൻസിനെ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടെ നടത്താവുന്നതാണ്. അതായത് സിമ്പിൾ അമീൻസ് ആൻഡ് മിക്സഡ് അമീൻസ്. അപ്പോൾ അമീൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, സിമ്പിൾ അമീൻസ് ആൻഡ് മിക്സഡ് അമീൻസ്. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ അമീൻസ്? When all the alkyl or aryl groups are same, such type of amines are known as simple amines. നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ സെയിം ആണെങ്കിൽ അത്തരം അമീൻസിനെയാണ് സിമ്പിൾ അമീൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ NH ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടത് 2 സെയിം ആൽക്കൈൽ ഗ്രൂപ്പുകളായിട്ടുള്ള CH3 ആണ്. സോ ദിസ് ഈസ് CH3 twice NH. ഈ ഒരു അമീനിനെ നമുക്ക് സെക്കൻഡറി അമീനായിട്ട് കണക്കാക്കാം. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ അമീൻ. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഒരു ടേർഷ്യറി അമീനാണ് തന്നിരിക്കുന്നത്. നൈട്രജൻ ഈസ് അറ്റാച്ച്ഡ് ടു 3 ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസ് ഓഫ് ഈഥൈൽ ഗ്രൂപ്പ്. അതായത് C2H5 ത്രൈസ് N എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇവിടെയും എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അമീനിനെ നമുക്ക് സിമ്പിൾ അമീൻ എന്ന് വിളിക്കാവുന്നതാണ്. എന്താണ് മിക്സഡ് അമീൻസ്? വെൻ all the alkyl or aryl groups are different, such type of amines are known as mixed amines. നൈട്രജൻ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളോ അരൈൽ ഗ്രൂപ്പോ ഡിഫറൻ്റ് ആണെങ്കിൽ അത്തരം അമീനെയാണ് നമ്മൾ മിക്സഡ് അമീൻസ് എന്ന് വിളിക്കുന്നത്. അതിനും എക്സാമ്പിൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി അമീൻ തന്നിരിക്കുന്നു. അതായത് NH ഗ്രൂപ്പ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റമാണ്, മറ്റൊന്ന് C2H5ൻ്റേതാണ്. അതായത് നൈട്രജൻ ഈസ് അറ്റാച്ച് ടു 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. വൺ ഇറ്റ് ഈസ് മീഥൈൽ ആൻഡ് അതർ ഇറ്റ് ഈസ് ഈഥൈൽ. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം അമീനെ നമുക്ക് മിക്സഡ് അമീൻ എന്ന് വിളിക്കാം. ഇതിൻ്റെ പേരാണ് ഈഥൈൽ മീഥൈൽ അമീൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ വീണ്ടും ഒരു സെക്കൻഡറി അമീനാണ് തന്നിരിക്കുന്നത്. NH ഗ്രൂപ്പ് ഒരു സൈക്ലോഹെക്സൈൽ റിങ്ങിനോടും ഒരു ഈഥൈൽ ഗ്രൂപ്പിനോടും അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു.
അല്ലേ? ഇവിടെ NH ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള 2 ആൽക്കൈൽ പാർട്ടുകളും ഡിഫറൻ്റ് ആണ്. ഒന്ന് സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പാണ്, മറ്റൊന്ന് ഈഥാൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പുകളും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു മിക്സഡ് അമീനിന് എക്സാമ്പിൾ ആണ്. മാത്രവുമല്ല ദിസ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി അമീൻ. എന്തായിരിക്കും ഇതിൻ്റെ പേര്? ഈ ഒരു അമീൻ്റെ പേര് സൈക്ലോഹെക്സൈൽ ഈഥൈൽ അമീൻ എന്നാണ്.